എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഒരു മതേതര രാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിയാണ്. അത് ഒരു വലിയ പ്രത്യാശയുടെ ആഗ്രഹത്തിൻ്റെ വാക്കുകളാണ്, സംസാരങ്ങളാണ്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നതാണ്. യഥാർത്ഥത്തിൽ കാലിക പ്രസക്തമാണ് വിഷയമെന്ന് എല്ലാവരും പറഞ്ഞു വെച്ചു. പക്ഷെ ഏത് കാലത്താണ് ഇത് പ്രസക്തമാവുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ മാത്രമാണോ ഈ വിഷയം കാലിക പ്രസക്തമാവുന്നത്? അല്ല. 925 RSS സംഘടിതമായ രൂപം കൊണ്ടത് മുതൽ അതിൻ്റെ ഒരു നൂറ്റാണ്ട് കാലം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന 2025 നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു വർഷം കൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. 947 ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭരണത്തിലേറുന്ന ഏതൊരു ഭരണാധികാരികളെയും സംശയത്തിൻ്റെ നെയ്യലിൽ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് നേരെ നിർത്തുന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒരിക്കലും കഴിഞ്ഞ 12 വർഷക്കാലത്തെ മാത്രം ഇന്ത്യയുടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചല്ല, മറിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ചാണ്. അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അരക്ഷിതമായ, സുരക്ഷിതമല്ലാത്തൊരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിൻ്റെ ആശങ്കകളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29-30 അനുച്ഛേദം 29-30 ഈ രാജ്യത്ത് തൻ്റെ മതമനുസരിച്ച് തൻ്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവാദം ലഭിക്കുന്ന, അവകാശം ലഭിക്കുന്ന ഭരണഘടനയെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ ഭരണ സംവിധാനങ്ങൾ പോലും മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. 2002 ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ആ ഗുജറാത്ത് കലാപത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആൾ, അതിനുശേഷം ആത്മകഥയിൽ രേഖപ്പെടുത്തിയത് ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളുടെ കടകൾ നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നത് ഭരണ സംവിധാനമായിരുന്നു എന്നാണ്. നമ്മൾ ആശങ്കയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണത്. 2002 ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളുടെ കടകൾ നശിപ്പിച്ചത്, മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ഭരണ സംവിധാനങ്ങളായിരുന്നു എന്ന്, ആ കലാപകാരികൾക്ക് കൂട്ടുനിന്നത് ഭരണ സംവിധാനങ്ങളായിരുന്നു എന്നാണ്. മുസ്ലിങ്ങളുടേതാണ് എന്ന് യാതൊരു തരത്തിലുമുള്ള അടയാളപ്പെടുത്തലുകളും ഇല്ലാത്ത കടകൾക്ക് നേരെ പോലും ആക്രമണം നടന്നുവെങ്കിൽ അതിൻ്റെ ലൈസൻസി ഒരു മുസ്ലിമാണ് എന്ന് ഭരണ സംവിധാനത്തിലൂടെ കലാപകാരികൾക്ക് എഴുതി കൊടുത്തത്, അവരെ അറിയിച്ചത് ഭരണ സംവിധാനത്തിലൂടെയായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അവിടെ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ, മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നമ്മൾ രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ നമ്മളിപ്പോഴും അതിൻ്റെ ഗൗരവകരമായ ആലോചനകൾ നടത്താത്തതിൻ്റെ കാരണം ഒരു പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ചില സംസ്ഥാനങ്ങളിലെങ്കിലും മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന മിഥ്യാധാരണയിലൂടെയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന മിഥ്യാധാരണയിലൂടെയാണ്. പക്ഷെ നമ്മുടെ നാടും മെല്ലെ മെല്ലെ ഈ വർഗീയ വിഷത്തിൻ്റെ വിളനിലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നഗ്നമായ ഒരു സത്യമാണ്. മന്ത്രിസഭയിൽ പോലും ഒരു മുസ്ലിം ഉണ്ടാവരുത് എന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ഒരു മുസ്ലിമാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പിഴച്ചു പോകുമെന്ന് പറയുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ സംസാരങ്ങൾ ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയതകളല്ലാതായി മാറുകയും ന്യൂനപക്ഷങ്ങളിലെ നാക്കുപിഴകൾ പോലും വർഗീയതകളായി, വലിയ വർഗീയതകളായി മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ, അവിടെ ഈ പറയുന്ന എൻ്റെ ഈ ചുറ്റുവട്ടത്തിരിക്കുന്ന സംഘടനാ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, അതിനെതിരെ പ്രതിരോധം തീർക്കാൻ നമ്മൾ സർവ്വസജ്ജമായിരിക്കേണ്ടതുണ്ട്.
നമുക്കതിന് സാധിക്കേണ്ടതുണ്ട്. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതക്ക് കുടപിടിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പൊന്നാടയണിയിച്ച് സ്വീകരിക്കുന്ന നിലപാടാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെങ്കിൽ ഈ കാലത്തിന് ശേഷം കടന്നു വരുന്നൊരു തലമുറ കുലം കുത്തികളായും വർഗീയതക്ക് കുടപിടിക്കുന്നവരായും നമ്മളെ വിലയിരുത്തും, നമ്മളെ അടയാളപ്പെടുത്തും. അത് മറന്നു പോവാൻ പാടില്ല. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണെങ്കിലും ശരി ഈ നാടിൻ്റെ മതസംസ്കാരത്തെ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ മതേതര സംസ്കാരത്തെ, ഈ നാടിൻ്റെ വൈവിധ്യത്തെ, അതിനെ പോറലേൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് നമ്മിൽ നിന്നുണ്ടായിപ്പോയാൽ അത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഓർക്കണം എന്നാണ് എൻ്റെ അടുത്തിരിക്കുന്ന സംഘടനാ നേതാക്കന്മാരോട് ISMന് ആവശ്യപ്പെടാനുള്ളത്. നമുക്കൊരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഈ വർഗീയ ശക്തികൾക്കെതിരെ. നേരത്തെ ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന വലിയ വെല്ലുവിളികളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അത് യാതൊരു തരത്തിലുമുള്ള മറയുമില്ലാതെ പുറത്തേക്ക് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 10-12 വർഷങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനിയെങ്കിലും നമ്മുടെ മക്കൾക്കിടയിലേക്ക് ഈ പറയുന്ന ഈ വൈജാത്യങ്ങളെക്കുറിച്ച്, ഈ പറയുന്ന മതേതര ബോധത്തെക്കുറിച്ച്, അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ കുടുംബ സംഗമത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ജൻസി കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ അരാഷ്ട്രീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എൻ്റെ സുഹൃത്ത് ഡിവൈഎഫ്ഐയുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ജൻസി കാലഘട്ടത്തിൻ്റെ കുട്ടികൾ അരാഷ്ട്രീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്താണ് രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രം, രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് നമ്മുടെ പങ്കെന്താണ്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം, മതപരമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഓർത്തുകൊണ്ടാവണം ഈ പറയുന്ന സദസ്സ് ഇവിടെ ഇരിക്കേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് വർഗീയതക്കെതിരെ, ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയേണ്ടതുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.